5 വർഷം മുൻപ് 1,00,000 രൂപ സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ പണത്തിന്റെ മൂല്യം എത്രയായിരിക്കുമെന്ന് പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ടാകുമെന്നാണ് ഒരു ഏകദേശ കണക്ക്. അതും സ്വർണം വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചല്ല. സ്വർണത്തിന്റെ സുരക്ഷിതത്വവും വിലവർധനയുടെ നേട്ടവും ഒരുമിച്ച് ലഭിക്കുന്ന സർക്കാർ നിക്ഷേപ പദ്ധതിയായ സോവറിൻ ഗോൾഡ് ബോണ്ടിലൂടെയാണ് ഈ ലാഭം ലഭിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം വർഷം തോറും 2.5% പലിശയും നിക്ഷേപകർക്ക് ലഭിച്ചു. 2019-2020 കാലയളവിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിയ നിക്ഷേപകരാണ് ഇപ്പോൾ സ്വർണ്ണവിലയിലെ വൻ കുതിപ്പിന്റെ നേട്ടം കൈക്കലാക്കുന്നത്. 2019-2020 കാലയളവിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിയ നിക്ഷേപകരാണ് ഇപ്പോൾ സ്വർണ്ണവിലയിലെ വൻ കുതിപ്പിന്റെ നേട്ടം കണക്കാക്കുന്നത്. എന്നാൽ എല്ലാ നിക്ഷേപകർക്കും ലഭിക്കുന്ന തുക ഒരുപോലെ ആയിരിക്കില്ല. ഓരോരുത്തരും വാങ്ങിയ ബോണ്ടിന്റെ ശ്രേണി, വാങ്ങിയ സമയത്തെ വില, ബോണ്ടിന്റെ അളവ്, തിരിച്ചെടുക്കുന്ന സമയത്തെ സ്വർണ്ണവില തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും യഥാർത്ഥ നേട്ടം മാറുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്താണെന്ന് ആദ്യം ലളിതമായി മനസ്സിലാക്കാം. ഇത് യഥാർത്ഥ സ്വർണമല്ല. ബോണ്ട് വാങ്ങുമ്പോൾ സ്വർണ്ണക്കട്ടിയോ സ്വർണ്ണ നാണയമോ നിക്ഷേപകന്റെ കയ്യിൽ ലഭിക്കില്ല. പകരം സ്വർണത്തിന്റെ വിലയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സർക്കാർ നിക്ഷേപ രേഖയാണ് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്കാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് പുറത്തിറക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് തുല്യമായ ബോണ്ട് ഒരാൾ വാങ്ങിയെന്ന് കരുതാം. പിന്നീട് സ്വർണത്തിന്റെ വില ഉയരുമ്പോൾ ബോണ്ടിന്റെ മൂല്യവും ഉയരും. അതോടൊപ്പം വർഷം തോറും 2.5% പലിശയും ലഭിക്കും. സ്വർണ്ണവില ഉയരുന്നതിൽ നിന്നുള്ള നേട്ടവും പലിശ വരുമാനവും ഒരുമിച്ച് ലഭിക്കുന്നതാണ് ഈ നിക്ഷേപത്തിന്റെ പ്രധാന പ്രത്യേകത. 2019-2020 കാലത്തേക്ക് നോക്കുമ്പോൾ അന്നത്തെ സ്വർണ്ണവില ഇന്നത്തേതിനേക്കാൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിയവർക്ക് പിന്നീട് സ്വർണ്ണവില ഉയർന്നതിൻ്റെ നേരിട്ടുള്ള നേട്ടം ലഭിച്ചു. ബോണ്ട് കൈവശം വെച്ചിരുന്ന കാലയളവിൽ സർക്കാർ നൽകിയ 2.5% വാർഷിക പലിശയും അതിനു പുറമെ ലഭിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു നിക്ഷേപത്തിൽ നിന്ന് 2 തരത്തിലുള്ള നേട്ടമാണ് ലഭിച്ചത്. സ്വർണത്തിന്റെ വില വർദ്ധിച്ചതിലൂടെ ഉണ്ടായ മൂല്യവർധനയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് സർക്കാർ നൽകുന്ന പലിശ വരുമാനമാണ്. ഇതാണ് നേരിട്ട് സ്വർണം വാങ്ങുന്നതിൽ നിന്ന് സോവറിൻ ഗോൾഡ് ബോണ്ടിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്ന സാഹചര്യം എടുത്തു നോക്കാം. 2019-20 കാലയളവിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം 3800 രൂപയായിരുന്നു. ഈ നിരക്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 26 ഗ്രാമിന് മുകളിൽ സ്വർണത്തിന് തുല്യമായ ബോണ്ട് വാങ്ങാൻ കഴിയുമായിരുന്നു. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ തിരിച്ചെടുക്കൽ വില 15,000 രൂപയ്ക്ക് മുകളിലെത്തിയ സാഹചര്യത്തിൽ അന്ന് വാങ്ങിയ ഏകദേശം 26 ഗ്രാമിലധികം സ്വർണത്തിന് തുല്യമായ ബോണ്ടിന്റെ മൂല്യം ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തുന്ന സാഹചര്യമുണ്ടാകാം. അതായത് 1 ലക്ഷം രൂപയുടെ നിക്ഷേപം 5 വർഷത്തിനിടെ ഏകദേശം 4 ഇരട്ടിയോട് അടുത്തെത്തുന്ന വലിയ മൂല്യവർധനയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഇത് ഒരു ഏകദേശ കണക്കാണ്. ഓരോ നിക്ഷേപകന്റെയും യഥാർത്ഥ നേട്ടം വ്യത്യസ്തമായിരിക്കും. നിക്ഷേപകൻ വാങ്ങിയ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ ശ്രേണി, വാങ്ങിയ വില, കൈവശമുള്ള ബോണ്ടിന്റെ അളവ്, തിരിച്ചെടുക്കുന്ന തീയതിയിലെ സ്വർണ്ണവില എന്നിവയെല്ലാം അന്തിമ തുകയെ ബാധിക്കും. സ്വർണ്ണവില ഉയരുന്നതിൽ നിന്നുള്ള നേട്ടത്തിന് പുറമെ 2.5% വാർഷിക പലിശയും നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ബോണ്ട് വാങ്ങിയതായി കണക്കാക്കിയാൽ ഒരു വർഷം ഏകദേശം 2,500 രൂപ പലിശ ലഭിക്കുന്ന രീതിയിലാണ് കണക്ക്. സാധാരണ 6 മാസത്തിലൊരിക്കൽ എന്ന രീതിയിലാണ് ഈ പലിശ നൽകുന്നത്. 5 വർഷത്തെ മുഴുവൻ കാലയളവിലേക്കുള്ള പലിശ കണക്കാക്കിയാൽ ഏകദേശം 12,500 രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് സ്വർണ്ണവില ഉയർന്നതിൽ നിന്നുള്ള മൂല്യവർധനയ്ക്ക് പുറമെ പലിശ വരുമാനവും നിക്ഷേപകർക്ക് ലഭിച്ചു. സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ പലിശ. ബോണ്ട് തിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന തുക എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതും പ്രധാനമാണ്. നിക്ഷേപകൻ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ സ്വർണ്ണവില അടിസ്ഥാനമാക്കിയല്ല തിരിച്ചെടുക്കൽ മൂല്യം നിശ്ചയിക്കുന്നത്. തിരിച്ചെടുക്കുന്ന തീയതിക്ക് തൊട്ടു മുൻപുള്ള 3 പ്രവൃത്തി ദിവസങ്ങളിലെ 999 പരിശുദ്ധിയുള്ള സ്വർണത്തിന്റെ അവസാന വിലയുടെ ശരാശരിയാണ് പ്രധാനമായും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോണ്ട് തിരിച്ചെടുക്കുന്ന സമയത്തെ സ്വർണ്ണവില വളരെ പ്രധാനമാണ്. സ്വർണ്ണവില ഉയർന്ന നിലയിലാണെങ്കിൽ ബോണ്ടിന്റെ തിരിച്ചെടുക്കൽ മൂല്യവും ഉയരും. സ്വർണ്ണവില താഴ്ന്നാൽ തിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന തുകയും കുറയും. സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങി 5 വർഷം പൂർത്തിയായാൽ ഏത്
ഏത് ദിവസവും പോയി പണം വാങ്ങാൻ കഴിയില്ല. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തിരിച്ചെടുക്കുന്നതിനും കാലാവധി പൂർത്തിയായ ശേഷമുള്ള തിരിച്ചെടുക്കലിലും റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക തീയതികളും നടപടിക്രമങ്ങളുമുണ്ട്. അതിനാൽ കൈവശമുള്ള ബോണ്ട് ഏത് ശ്രേണിയിലാണെന്ന് ആദ്യം പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. അതിൻ്റെ വാങ്ങിയ തീയതി, കാലാവധി, തിരിച്ചെടുക്കൽ തീയതി എന്നിവ മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോൾ പണം വാങ്ങുന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ വാങ്ങിയ തീയതി, കാലാവധി, തിരിച്ചെടുക്കൽ തീയതി എന്നിവ മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോൾ പണം വാങ്ങുന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത്. 2019-20 കാലത്തെ സോവറിൻ ഗോൾഡ് ബോണ്ട് കൈവശമുള്ളവർക്ക് ഇപ്പോൾ പണം വാങ്ങണമോ അതോ നിക്ഷേപം തുടരണമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ തീരുമാനം ബാധകമല്ല. നിക്ഷേപകന്റെ സാമ്പത്തിക ആവശ്യമാണ് പ്രധാനമായി പരിഗണിക്കേണ്ടത്. ഇപ്പോൾ പണം ആവശ്യമായ സാഹചര്യത്തിൽ തിരിച്ചെടുക്കൽ പരിഗണിക്കാം. പണം ഉടൻ ആവശ്യമില്ലാത്തവർക്ക് ബോണ്ട് കാലാവധി വരെ കൈവശം വയ്ക്കുന്നതും ഒരു സാധ്യതയാണ്. കാരണം കാലാവധി പൂർത്തിയാകുന്നതുവരെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ നേട്ടം ലഭിക്കാനുള്ള അവസരം തുടരുന്നു. എന്നാൽ സ്വർണ്ണവില എല്ലായ്പ്പോഴും ഉയരുമെന്ന ഉറപ്പില്ല. ഭാവിയിൽ വില താഴാനും സാധ്യതയുണ്ട്. നേരിട്ട് സ്വർണം വാങ്ങുന്നതും സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരിട്ട് സ്വർണം വാങ്ങുമ്പോൾ സ്വർണം നിക്ഷേപകന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ആഭരണമായി വാങ്ങുമ്പോൾ പണിക്കൂലി, നികുതി, ശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ചെലവും ഉണ്ടാകും. സോവറിൻ ഗോൾഡ് ബോണ്ടിൽ സ്വർണം വീട്ടിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. സ്വർണത്തിന്റെ വില ഉയരുന്നതിന്റെ നേട്ടം ലഭിക്കുന്നതിനൊപ്പം വർഷത്തിൽ 2.5% പലിശയും ലഭിക്കും. അതുകൊണ്ട് തന്നെ ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിട്ടിരുന്നവർക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് ഒരു കാലത്ത് ആകർഷകമായ നിക്ഷേപ മാർഗമായിരുന്നു. എന്നാൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന പേര് കേട്ടതിന്റെ പേരിൽ എല്ലാവരും ഒരേ തീരുമാനം എടുക്കേണ്ടതില്ല. കൈവശമുള്ള ബോണ്ട് ഏത് ശ്രേണിയിലാണെന്ന് പരിശോധിക്കണം. എത്ര ഗ്രാം ബോണ്ടാണ് കൈവശം ഉള്ളത്, എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, എപ്പോൾ വാങ്ങി, നിലവിലെ തിരിച്ചെടുക്കൽ വില എത്രയാണ്, ഇതുവരെ എത്ര പലിശ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് യഥാർത്ഥ നേട്ടം മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നതാണ് പഴയ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചവർക്ക് ഇന്ന് വലിയ നേട്ടം കാണാൻ പ്രധാന കാരണം. എന്നാൽ ഭാവിയിലും സ്വർണ്ണവില ഇതേ വേഗത്തിൽ ഉയരുമെന്ന ഉറപ്പില്ല. അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യം, വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, യുദ്ധങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് പഴയ നിക്ഷേപത്തിൽ വലിയ നേട്ടം ലഭിച്ചു എന്ന കാരണത്താൽ മാത്രം ഭാവിയിലെ നിക്ഷേപ തീരുമാനം എടുക്കുന്നത് ശരിയായ സമീപനമാകണമെന്നില്ല. 5 വർഷം മുൻപ് 1 ലക്ഷം രൂപ സ്വർണവുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ച ഒരാൾക്ക് ഇന്ന് അതിൻ്റെ മൂല്യം ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ടാകും. അതിനു പുറമെ വർഷം തോറും 2.5% പലിശ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019-20 കാലത്തെ സോവറിൻ ഗോൾഡ് ബോണ്ട് നിക്ഷേപകരുടെ നേട്ടം ഇതിലൂടെ വ്യക്തമാണ്. എന്നാൽ ഓരോ നിക്ഷേപകന്റെയും കണക്ക് വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ കൈവശമുള്ള ബോണ്ടിന്റെ ശ്രേണി, നമ്പർ, വാങ്ങിയ വില, ബോണ്ടിന്റെ അളവ്, വാങ്ങിയ തീയതി എന്നിവ പരിശോധിച്ചാൽ മാത്രമേ നിലവിലെ മൂല്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. അതിനൊപ്പം നിലവിലെ തിരിച്ചെടുക്കൽ വിലയും ഇതുവരെ ലഭിച്ച പലിശയും കൂടി കണക്കാക്കണം. അതിനാൽ സോവറിൻ ഗോൾഡ് ബോണ്ട് കൈവശമുള്ളവർ രേഖകൾ പരിശോധിച്ച് നിക്ഷേപത്തിന്റെ നിലവിലെ മൂല്യം മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. നിക്ഷേപം തുടരണോ, തിരിച്ചെടുത്ത പണം ഉപയോഗിക്കണമോ എന്ന തീരുമാനം സ്വന്തം സാമ്പത്തിക ആവശ്യങ്ങളും ഭാവി ലക്ഷ്യങ്ങളും പരിശോധിച്ചായിരിക്കണം എടുക്കേണ്ടത്. സ്വർണ്ണവില ഉയർന്നപ്പോൾ നേരിട്ട് സ്വർണം വാങ്ങി സൂക്ഷിച്ചവർക്കും സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ നിക്ഷേപകർക്കും നേട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ പ്രത്യേകത സ്വർണ്ണവിലയിലെ മാറ്റത്തിന്റെ നേട്ടത്തിനോടൊപ്പം 2.5% വാർഷിക പലിശ ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ പഴയ നിക്ഷേപകരുടെ കണക്കുകളിൽ ഇന്ന് വലിയ വ്യത്യാസം കാണാൻ കഴിയുന്നു. സ്വർണ്ണവിലയുടെ മുന്നേറ്റം തുടരുമ്പോൾ പഴയ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ മൂല്യവും ശ്രദ്ധേയമായി ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇനി വരുന്ന കാലത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് ഉറപ്പായ പ്രവചനം സാധ്യമല്ല. അതിനാൽ നിലവിലെ നേട്ടം കൃത്യമായി വിലയിരുത്തി സ്വന്തം സാമ്പത്തിക സാഹചര്യത്തിന് അനുയോജ്യമായ തീരുമാനമാണ് ഓരോ നിക്ഷേപകനും എടുക്കേണ്ടത്. സ്വർണവുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലളിതമായി മനസ്സിലാക്കാനും സ്വന്തം നിക്ഷേപത്തിന്റെ യഥാർത്ഥ കണക്ക് പരിശോധിക്കാനും ഔദ്യോഗിക രേഖകളിലെ വിവരങ്ങൾ കൂടി പരിശോധിക്കുന്നത് പ്രധാനമാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ ശ്രേണി, വാങ്ങിയ വില,
കൈവശമുള്ള ഗ്രാമിൻ്റെ അളവ്, തിരിച്ചെടുക്കൽ തീയതി, നിലവിലെ തിരിച്ചെടുക്കൽ വില എന്നിവയാണ് ആദ്യം പരിശോധിക്കേണ്ട പ്രധാന വിവരങ്ങൾ.